ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഉള്ള പ്രോട്ടീൻസ് എല്ലാം കളയാൻ വേണ്ടി കടല ഞാൻ ഒന്ന് തിളപ്പിച്ചിട്ട് അതിനകത്തുള്ള പ്രോട്ടീനെല്ലാം മാറ്റിയിട്ട് കടലക്കറി വയ്ക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി 1/2 കിലോ കടല എടുത്തിട്ടുണ്ട്. ഒരു സവാള കട്ട് ചെയ്തു, വെളുത്തുള്ളി, കറിവേപ്പില ഇതിലിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ കടലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് കല്ലുപ്പ്, ജിഞ്ചർ പേസ്റ്റ് ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഉള്ളി ഇട്ടു, ഒരു കല്ലുപ്പ്, ഒരു 1.5 ടീസ്പൂൺ കല്ലുപ്പും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. ബ്ലഡിനകത്ത് പ്രോട്ടീനോ പൊട്ടാസ്യമോ സോഡിയമോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഡയറക്റ്റ് കടല ഏത് ഗ്രെയിൻസ് ആണെങ്കിലും ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് ഈ പ്രോട്ടീനും പൊട്ടാസ്യം സോഡിയം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇല്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതേപോലെ അതിനകത്ത് ഈ കടലക്കറിക്കകത്ത് ഇടുന്ന ഉള്ളി, മല്ലിയില, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് എല്ലാം ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് തിളപ്പിക്കുന്നു. അപ്പോൾ കുക്കറിനകത്ത് കടല ഇട്ടു, എല്ലാം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടില്ല. ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ട് നാളെ രാവിലെ ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഈ വെള്ളമെല്ലാം മാറ്റി കടലക്കറി വയ്ക്കുമ്പോൾ മാത്രമേ ജിഞ്ചർ പേസ്റ്റ് എടുത്തുള്ളൂ. ബാക്കി നമ്മളെല്ലാം വെള്ളം ഒഴിച്ച് ഈ കടലയൊന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഓക്കേ, അപ്പം നമുക്ക് ഈ കടലയൊന്ന് തിളയ്ക്കാൻ വേണ്ടി കുക്കറിൻ്റെ അടപ്പ് നമുക്ക് വെച്ച് അടയ്ക്കാം. അപ്പോൾ ഇത് ഇരുന്ന് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഈ കടല കുക്കറിൽ വേവിക്കാം. ഇനി നമുക്ക് കടല തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, നമുക്ക് അതിനകത്തുള്ള വെള്ളം നമുക്കിനി മാറ്റാം. ഇതുപോലെ ഒരു 5-6 പ്രാവശ്യം തിളപ്പിച്ച് നമ്മളിട്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തുള്ള വെള്ളമെല്ലാം നമ്മൾ ഇനി ഊറ്റിക്കളയും. എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അത് തിളപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, എല്ലാം ഇതിന് കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തിട്ട് നമ്മൾ തിളപ്പിച്ച് ഇനി നമുക്കിത് നെറ്റിലോട്ടിട്ട് ഇതിനകത്തുള്ള വെള്ളമെല്ലാം കളയാം. ഇതേപോലെ നമ്മൾ ഒരു നെറ്റിനകത്ത് ഈ കടല നെറ്റിലോട്ടിട്ട് ഈ കടല ഫുള്ള് നമ്മൾ മാറ്റി ഇതിനകത്തുള്ള വെള്ളമെല്ലാം മാറാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കടലക്കറി എങ്ങനെ ആണ് വെക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ കടല തിളപ്പിച്ച് അതിനുശേഷം അതിനകത്തുള്ള വെള്ളം കളഞ്ഞതിന് ശേഷമായിട്ടുള്ള കടല. ഇതിന് വേണ്ട സ്പൈസസ് എന്താണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി വറുത്തത്, 1 ടീസ്പൂൺ മുളക് പൗഡർ, 1 ടീസ്പൂൺ കടല കറിക്ക് വേണ്ട പൗഡർ പൊടിച്ചതാണ്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു ശകലം കുരുമുളക് പൊടി, ശകല മഞ്ഞൾ പൗഡർ. ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ട
സ്പൈസസ് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലയും വേണം, ശകലം ഉള്ളി, കടുക് വറുക്കാൻ. ഇത്രയും ആണ് നമ്മൾ ഈ കടലക്കറിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റവ് ഓണാക്കിയിട്ട് കുക്കറൊന്ന് ഗ്യാസിൽ വെച്ച് കുക്കർ വെള്ളം മാറുന്നത് വരെ ചൂടാക്കിയതിന് ശേഷം നമുക്കതിലോട്ട് ശകലം ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2 കടുപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഒന്ന് ചുമക്കുമ്പോൾ നമുക്കിതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അങ്ങനെ കടല 1/2 കിലോ കടല നമ്മളിവിടെ കടുക് എടുത്ത് വേവിച്ച് ഇതിനകത്തുള്ള വൈറ്റമിൻസ് എല്ലാം കളഞ്ഞിട്ടുള്ള കടലയപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഇനി വേണ്ടത്, പിന്നെ ഇതിന് വേണ്ടത് മുളക്, മല്ലി, കുരുമുളക്, ഒരു ശകലം മഞ്ഞൾ, ഗരം മസാല, പിന്നെ കടല മസാല. ഇത്രയും നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇളക്കുന്നു. ഇത്രയും മസാല നമ്മൾ ഈ കടലയ്ക്കകത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതിനകത്ത് നമുക്ക് ഈ കടലയുമായിട്ട് യോജിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ കടല ഈ അരപ്പും എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഉപ്പിടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഇതിനകത്ത് ഈ കടലയിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ തിളപ്പിച്ച് വെച്ചത്. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ചേർക്കേണ്ട, ലാസ്റ്റിൽ നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാൻ നമ്മൾ ലാസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഇനി ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ ഇതിപ്പോൾ പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ അരപ്പും എല്ലാം കൂടെ, ഈ ഗ്രേവി എല്ലാം കൂടെ ഈ കടലിൽ പിടിക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾക്കുന്ന നേരം നമുക്കിതൊന്ന് വേവിക്കാം.
ഓക്കേ, അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ ഇരുന്ന് വേവട്ടെ. ഓക്കെ, അപ്പോൾ 2 വിസിൽ കേട്ടു. അതിനുശേഷം നമ്മൾ അടപ്പ് തുറന്ന് വെച്ച് ചെറിയതായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ കടലക്കറി ഇതേ പരുവത്തിനായി. നമ്മൾ നേരത്തെ വെച്ചിരുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് കടലക്കറി ആയത്. ഇതിനകത്തുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് പിന്നെ നമ്മൾ പൗഡറുകളെല്ലാം ഇട്ടതിന് ശേഷം 2 വിസിലൂടെ കേട്ട് വേവിച്ചെടുത്ത കടലക്കറിയാണ് ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ തേങ്ങ പൊടിയുടെ പാലോ അല്ലെങ്കിൽ ഫ്രഷായിട്ട് തിരിഞ്ഞിയ തേങ്ങയിലെടുത്ത 1 പാലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്കിപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് ഇത് നമുക്കിനി ഒന്നും കൂടെ ഇത് നല്ലതായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോഴത്തേക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുള്ളത് ഈ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക, വേണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുകയും വേണ്ട. ഞാൻ ഇപ്പോൾ ഇത് ഇട്ടേക്കുന്നത് കല്ലുപ്പ. ഇത് നമുക്കിനി ഇതൊന്ന് തിളയ്ക്കാൻ നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചിരിക്കുന്നത്. ഇത് നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം, കാസറോളിട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്ക് മല്ലിയില ഡയറക്റ്റ് ഇടാൻ പാടില്ല. ഞാൻ ആദ്യമേ ഇട്ട് തിളപ്പിക്കാത്തതുകൊണ്ട് ഒരു 2-3 എതൾ മാത്രമേ ഇടുന്നുള്ളൂ. വേണ്ടവർക്ക് നല്ലപോലെ മല്ലിയില ഇട്ടാൽ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. ഈ കടലക്കറി ആണെങ്കിൽ ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്നതാണ്. അസിഡിറ്റിയുടെ പ്രോബ്ലം വരത്തില്ല. ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളി നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാം തിളപ്പിച്ച് കളഞ്ഞതുകൊണ്ട് ഏത് അസുഖക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.